മലപ്പുറം ജില്ലയാണല്ലോ ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം. മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയെ അവഗണിച്ചു, CPM മലപ്പുറം ജില്ലയെ അവഗണിച്ചു. ഇതാണ് പ്രധാനമായി ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വാദം. മലപ്പുറം ജില്ല കുറ്റകൃത്യങ്ങളുടെ കേന്ദ്രമാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മലപ്പുറം ജില്ല കുറ്റകൃത്യങ്ങളുടെ കേന്ദ്രമാണ് എന്ന് പറയുമ്പോൾ മലപ്പുറം ജില്ലയിലെ ജനങ്ങളെ അവഹേളിക്കലാണ് ഇത്. മലപ്പുറം ജില്ലയിലെ ജനങ്ങളെ അവഹേളിക്കുന്നു എന്ന് പറയുമ്പോൾ മലപ്പുറം ജില്ലയിലെ ഭൂരിപക്ഷ മതവിഭാഗമായ മുസ്ലിം സമുദായത്തെ അവഹേളിക്കലാണ് എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. അത്തരം പ്രചാരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രചാരണത്തിന് നേതൃത്വം കൊടുക്കുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രമാണ് മാധ്യമം. ജമാഅത്തെ ഇസ്ലാമിക്ക് ന്യൂസ് ചാനലുണ്ട്, അതിൻ്റെ പേരാണ് മീഡിയ വൺ. ജമാഅത്തെ ഇസ്ലാമി മാത്രമാണോ? മുസ്ലിം ലീഗ് ഉണ്ട്, SDPI ഉണ്ട്, കൂടെ കോൺഗ്രസ് ഉണ്ട്. എല്ലാ ഇടതുവിരുദ്ധ സംഘടനകളും ഒന്നിച്ചു ചേർന്നാണ് ഈ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ആശയപരമായ നേതൃത്വം കൊടുക്കുന്നു ജമാഅത്തെ ഇസ്ലാമി എന്ന് മാത്രം. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രമായ മാധ്യമത്തിൽ ഇന്നൊരു വാർത്തയുണ്ട്. ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: അപരവൽക്കരിക്കുമ്പോഴും കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിൽ മലപ്പുറം 4ാമത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള 4 കോളം വാർത്ത. മാധ്യമം എന്ന് പറയുമ്പോൾ 2024 ഒക്ടോബർ 3 വ്യാഴാഴ്ചയിലെ മാധ്യമത്തിലെ 5ാം പേജ്, കേരളീയം പേജിൽ ഏറ്റവും താഴെ 4 കോളം വാർത്ത. തലക്കെട്ട്: അപരവൽക്കരിക്കുമ്പോഴും കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിൽ മലപ്പുറം 4ാമത് എന്ന്. മാധ്യമം ദിനപത്രത്തിലാണ് വാർത്ത വരുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രമാണ് മാധ്യമം. അതിൽ വന്ന വാർത്തയാണ്. ഒരു ഭാഗത്ത് മുഖ്യമന്ത്രി പറഞ്ഞു മലപ്പുറം കുറ്റകൃത്യങ്ങളുടെ കേന്ദ്രമാണ്, ഏറ്റവും കൂടുതൽ കുറ്റകൃത്യം നടക്കുന്ന നാടാണ് മലപ്പുറം എന്ന് പറഞ്ഞ വാർത്ത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയും കള്ളപ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും വരുന്നു മാധ്യമത്തിൽ തന്നെ സത്യസന്ധമായ വാർത്ത എന്നർത്ഥം. 4ാമതാണ് കുറ്റകൃത്യങ്ങളിൽ മലപ്പുറം ജില്ല എന്ന് പറയുന്നു. ഇവിടെ ഈ വാർത്തയിൽ മാധ്യമം ദിനപത്രം തന്നെ വാർത്ത തുടങ്ങുന്നത് ഇങ്ങനെയാണ്: കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിന്റെ പേരിൽ മലപ്പുറം ജില്ലയെ അപരവൽക്കരിക്കുമ്പോഴും സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകളിൽ കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിൽ ജില്ല 4ാമത്. കൂടിയ ജനസംഖ്യ, ഏക പോലീസ് ജില്ല, സമീപ ജില്ലക്കാർ ഉൾപ്പെടെ വന്നുപോകുന്ന കരിപ്പൂർ വിമാനത്താവളം തുടങ്ങി നിരവധി കാരണമുണ്ടെങ്കിലും ന്യൂനപക്ഷ സാന്ദ്രതയുടെ പേരിലാണ് മലപ്പുറത്തിന് എതിരായ വിമർശനം എന്ന്. മലപ്പുറം കുറ്റകൃത്യങ്ങളുടെ താവളമാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ സാധൂകരിക്കാൻ കൊടുത്ത വാർത്തയാണ്. ആ വാർത്തയിലാണ് ഇത്തരം സത്യങ്ങൾ കടന്നുകൂടിയിരിക്കുന്നത് എന്നർത്ഥം. അതിൽ പറയുന്നു: റവന്യൂ ജില്ലാ തലത്തിൽ ഈ വർഷം ഓഗസ്റ്റ് 31 വരെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ FIR തിരുവനന്തപുരത്താണ്. 50,627 ക്രൈം തലസ്ഥാന ജില്ല തന്നെയാണ് എന്നർത്ഥം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന ജില്ല അത് തിരുവനന്തപുരമാണ് എന്നർത്ഥം. മലപ്പുറമല്ല 1ാമത് എന്നോർക്കണം. രണ്ടാമത് മലപ്പുറമുണ്ടോ? 2ാമതുള്ള ജില്ല ഏതാണ്? 2ാമതുള്ള എറണാകുളം ജില്ലയിൽ 45,211. 45,211. 3ാമതുള്ള കൊല്ലം ജില്ലയോ? അവിടെ 35,211. ഇനി 4ാം സ്ഥാനത്തോ മലപ്പുറം? എത്രയാണ് കണക്ക്? 32,651. 32,651. 1ാം സ്ഥാനത്തുള്ള തിരുവനന്തപുരവും 4ാം സ്ഥാനത്തുള്ള മലപ്പുറവും 1ാം സ്ഥാനത്തുള്ള തിരുവനന്തപുരവും തമ്മിൽ ഏതാണ്ട് 18,000-ഓളം വ്യത്യാസം. 18,000-ന്റെ വ്യത്യാസമുണ്ട് എന്നർത്ഥം. ഈ കണക്കുകൾ പറയുന്നത് അതാണ്. ഇനിയിപ്പോൾ ജനസംഖ്യാടിസ്ഥാനത്തിൽ നോക്കിയാലോ? ജനസംഖ്യയിൽ മുന്നിലുള്ള മലപ്പുറം ജില്ല, ആ കണക്ക് വെച്ച് നോക്കിയാലും മലപ്പുറം ജില്ലയിൽ ക്രൈം കുറ്റകൃത്യങ്ങളുടെ എണ്ണം കുറവാണ്. ജനസംഖ്യ കൂടുതലുള്ള ജില്ലയിൽ കൂടുതൽ ക്രൈം ഉണ്ടാകണ്ടേ, കൂടുതൽ കുറ്റകൃത്യം ഉണ്ടാകണ്ടേ? അത് ഉണ്ടാകുന്നില്ല. ആ റേറ്റും കുറവാണ് എന്നർത്ഥം. നോക്കൂ, ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രം തന്നെ പറയുന്നു. അതിങ്ങനെയാണ്: 2011 സെൻസസ് പ്രകാരം മലപ്പുറത്തെ ജനസംഖ്യാ നിരക്ക് 41,10,950 2011. അത് കഴിഞ്ഞിപ്പോൾ 2024. ജനസംഖ്യ ഏകദേശം എത്രയായിട്ടുണ്ടാകുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോഴാണ് കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്നത് മലപ്പുറം എന്നോർക്കണം. 2011 സെൻസസ് പ്രകാരം മലപ്പുറത്തെ ജനസംഖ്യ 41,10,950. ഇതിൻ്റെ പകുതി പേർ മാത്രമുള്ള കോട്ടയം 19,79,384 ജനസംഖ്യയുടെ എണ്ണം 2011 സെൻസസ് പ്രകാരം.
ജില്ലയിൽ ഈ വർഷം ആദ്യ 8 മാസം 28,091 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തിരുവനന്തപുരം റൂറൽ 27,711 കേസ്, ആലപ്പുഴ 27,611 കേസ്, എറണാകുളം റൂറൽ 26,977 കേസ്, പാലക്കാട് 22,300 കേസ് എന്നർത്ഥം. എന്ന് വെച്ചാൽ ജനസംഖ്യാ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോഴും മലപ്പുറം ജില്ലയിലെ കുറ്റകൃത്യങ്ങളുടെ എണ്ണം താരതമ്യേന കുറവാണ് എന്നർത്ഥം. എന്ന് വെച്ചാൽ ഒരു ക്രൈം ഡിസ്ട്രിക്റ്റ് അല്ല മലപ്പുറം ജില്ല എന്നർത്ഥം. മലപ്പുറം ജില്ലയിൽ കുറ്റകൃത്യങ്ങളുടെ എണ്ണം താരതമ്യേന കുറവാണ് എന്നർത്ഥം. ആ ജില്ലയെയാണ് മുഖ്യമന്ത്രി അവഹേളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത നൽകുന്നത് നമ്മുടെ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള അല്ലെങ്കിൽ മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ മുഖപത്രങ്ങളും നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളും ഒക്കെ. ക്രൈം തലസ്ഥാനമല്ല മലപ്പുറം എന്ന് വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രി. പക്ഷെ നമ്മുടെ മാധ്യമങ്ങളൊന്നും അത് തീരെ കണ്ടതായി നടിക്കില്ല. അത് പൂർണ്ണമായും അവോയ്ഡ് ചെയ്തിരിക്കുകയാണ്, ഒഴിവാക്കിയിരിക്കുകയാണ്. ആ വാക്കുകൾ നമുക്ക് കേൾക്കാം. മലപ്പുറം ജില്ലയിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും കേസ് എടുക്കുകയാണെന്ന്, വളരെ ചെറിയ നിസ്സാര കാര്യങ്ങളിൽ കേസ് എടുക്കുന്നു എന്നൊരു ആരോപണമാണ്. അത് പിന്നെ കേസുകൾ വരുന്നത് എങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ചാൽ മാത്രമേ പറയാൻ പറ്റൂ. പക്ഷേ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കേസ് എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല, അതൊരു വസ്തുതയല്ല. നമുക്ക് ജില്ലാടിസ്ഥാനത്തിലെടുത്താലും ജനസംഖ്യാടിസ്ഥാനത്തിലെടുത്താലും അത് വസ്തുതയല്ല എന്ന് കാണാൻ കഴിയും. ഇപ്പം ഞാനതിൻ്റെ കണക്കുകളിലേക്ക് പോകുന്നില്ല എന്നേ ഉള്ളൂ. ഞാൻ ഈ പത്രസമ്മേളനം അവസാനിപ്പിക്കാൻ പോകുന്ന സമയമായതുകൊണ്ടാണ് അതിൻ്റെ കണക്കിലേക്ക് പോകുന്നത്. പിന്നീട് ഘട്ടത്തിൽ നമുക്കെടുക്കാതെ അല്ല, ഞാൻ പറയട്ടെ പിന്നീട് ഘട്ടത്തിൽ വേണമെങ്കിൽ നമുക്കത് എടുക്കാം. പക്ഷേ ഇപ്പോൾ കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, അവിടെ ആ ജില്ലയേക്കാളും കൂടുതൽ കേസുകളുള്ള ജില്ലകൾ കാണാൻ പറ്റും. ജനസംഖ്യാടിസ്ഥാനത്തിലെടുത്താലും കൂടുതൽ കേസുകളുടെ സ്ഥലം കാണാൻ പറ്റും. അപ്പോൾ ഒരു തരത്തിലും കേസ് അവിടെയാണ് കൂടുതലെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഓരോ കേസിൻ്റെയും സാഹചര്യം വേറെയായിരിക്കും, അതെന്താണെന്നുള്ളത് പരിശോധിച്ചേ പറയാൻ പറ്റും. വസ്തുത അറിയാതെ പുറത്തു വരും എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അറിയാതെ പുറത്തു വന്നതാണ്. ഈ വാർത്ത നൽകിയത് സർക്കാരിനെതിരെ തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന പ്രചാരണത്തിന് ഒരു പിൻബലം നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. എങ്കിലും അതിലെ വസ്തുതയുണ്ട്. ആ വസ്തുതയെ തള്ളിപ്പറയാൻ കഴിയില്ല. ആ വസ്തുതയുടെ വ്യാഖ്യാനമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രം കൊടുത്തത് എന്നുറക്കണം. എന്ന് വെച്ചാൽ മലപ്പുറം ഒരു ക്രൈം ഡിസ്ട്രിക്റ്റ് അല്ല. ക്രൈമുകളുടെ എണ്ണത്തിൽ, കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിൽ 4ാം സ്ഥാനത്താണ് മലപ്പുറം എന്നർത്ഥം. മലപ്പുറത്തെ കുറിച്ചല്ല മുഖ്യമന്ത്രി പറഞ്ഞത് എന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. മലപ്പുറത്തെ അവഹേളിച്ചു എന്ന് പറഞ്ഞ് ഹിന്ദുവിൽ വന്ന ഇന്റർവ്യൂവിൽ പറഞ്ഞ വാചകങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞതല്ല എന്ന് ഹിന്ദു ദിനപത്രം പറയുകയും ചെയ്തിട്ടുണ്ട്. PR ഏജൻസി എഴുതി കൊടുത്തതാണ് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഒരു PR ഏജൻസിയെ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ പരിചയക്കാരൻ്റെ മകൻ ആണ് അവിടെ എന്നോടൊപ്പം ഉണ്ടായിരുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി അദ്ദേഹമാണ് ഇത് എഴുതി കൊടുത്തത് എങ്കിൽ, ആ ചെറുപ്പക്കാരനാണ് അത് എഴുതി കൊടുത്തത് എങ്കിൽ അത് പരിശോധിക്കേണ്ട കാര്യമാണ് എന്നുകൂടി മുഖ്യമന്ത്രി പറയുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ. എന്നാൽ അതെല്ലാം മാറ്റിവെച്ച്, അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി ഉരുണ്ട് കളിക്കുന്നു, മുഖ്യമന്ത്രി സത്യം പറയുന്നില്ല, മുഖ്യമന്ത്രി പരാജയപ്പെട്ടു എന്നൊക്കെ തരത്തിലാണ് മാധ്യമങ്ങൾ ഹെഡ്ലൈൻ നിരത്തുന്നത് എന്നതാണ് വസ്തുത.